ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്ത രണ്ട് പ്രോഡക്റ്റുകളുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഒരു ലഞ്ച് ബാഗും പിന്നെ ഒരു സ്കൂൾ ബാഗ് ഓഫീസ് വെയറിന് ഉപയോഗിക്കാൻ പറ്റിയ ബാഗുമാണ്. അപ്പോൾ ലഞ്ച് ബാഗിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ അത് ഞാൻ റിവ്യൂ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. എന്നാലും എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം വെച്ചാൽ അത് ഒരു ലഞ്ച് ബോക്സ്, ഒരു സ്നാക്സ് ബോക്സ് ഇത്രയേ വെക്കാൻ പറ്റുള്ളൂ. ബോട്ടിലൊന്നും വെക്കാനുള്ള സ്പേസ് ഇതിനകത്തില്ല. അപ്പോൾ ഇതാണ് ആ ബാഗ്. അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണ്. അകത്ത് സിൽവർ കവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളം വീഴാണെങ്കിൽ നനയാത്ത രീതിയിലുള്ള സിൽവർ കവർ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ കൊള്ളാം, പക്ഷേ ഇതിൽ സ്പേസ് കുറവാണ്. അപ്പോൾ ലഞ്ച് ബോക്സും ഒരു സ്നാക്സ് ബോക്സിനും കൊള്ളാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 150 രൂപയാണ്. പ്രൈസ് വൈസ് കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും എനിക്ക് ഇത് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കൂടുതലൊന്നും വയ്ക്കാൻ പറ്റില്ല. ഒരു ബോട്ടിലൊക്കെ വയ്ക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്തത് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത സഫാരിയുടെ ഈ ഒരു ബാഗാണ്. ഇതിൽ ഫ്രണ്ടിൽ തന്നെ ഒരു 3 പോക്കറ്റോളം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു പോക്കറ്റുണ്ട്, ഇങ്ങനെ ഒരു പോക്കറ്റുണ്ട്, ഇവിടെ ഒരെണ്ണം. നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ വന്നിട്ട് ഇവിടെ അകത്ത് ഒരു വലിയ അറയുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് പിന്നെ നമുക്കൊരു ചെറിയ ഫോണോ പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുള്ള 3 ചെറിയ പോക്കറ്റ്സുകൾ അതിനകത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് പിന്നെയും ഒരു വലിയ ഡ്രോയാണ്. അതിനകത്തുമ്പോൾ ബുക്സോ കാര്യങ്ങളൊക്കെ വയ്ക്കാം. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. വീണ്ടും ഒരു വലിയ ഡ്രോ ഉണ്ട്. വീണ്ടും ഒരു വലിയ പോക്കറ്റ് ഇങ്ങനെയുണ്ട്. ലാപ്ടോപ്പൊക്കെ വയ്ക്കാനുള്ളവർക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് സൂക്ഷിച്ച് വയ്ക്കാം. ഇവിടെ കട്ടിയുള്ള ഒരു കവറിംഗ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ലാപ്ടോപ്പൊക്കെ വയ്ക്കുകയാണെങ്കിൽ സേഫായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ടൈപ്പാണിത്. അങ്ങനെ 3 വലിയ പോക്കറ്റ്സുകൾ ഇതുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ബില്ല് വന്നിട്ട് ഇങ്ങനെ ഒരു പൗച്ച് പോലെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ട് അതിനകത്തായിരുന്നു എനിക്ക് ബില്ല് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 849 രൂപയാണ് വില. 849 രൂപയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗാണ്. ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഞാൻ റിവ്യൂ കണ്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നല്ലൊരു ബാഗാണ്. താങ്ക് യു. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. റെയിൻ കവർ വയ്ക്കാനുള്ള സെറ്റപ്പുണ്ട്. റെയിൻ കവർ ഇവിടെ വച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ബാഗ് കവർ ചെയ്യാനുള്ള റെയിൻ കവറാണ്. അതിനുള്ള പോക്കറ്റും അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഇൻവിസിബിൾ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റെയിൻ കവർ അഥവാ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻ കവർ എടുത്ത് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെയിൻ കവർ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു കവറും ഒരു അറ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. പിന്നെ ഉള്ളത് വാറണ്ടി കാർഡാണ്. 1 ഇയർ വാറണ്ടി കാർഡും കൂടെ നമ്മുടെ ഈ ബാഗിൻ്റെ ഒപ്പം ഉണ്ട്. 1 ഇയർ ഇൻ്റർനാഷണൽ വാറണ്ടി കാർഡാണ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ സ്കാൻ രജിസ്റ്റർ വാറണ്ടി വിതിൻ 3 days എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ദിവസത്തിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് രജിസ്റ്റർ ആയി കിട്ടും. അങ്ങനെ നല്ലൊരു വർത്താണ് ഈ ബാഗ്. നിങ്ങൾ ആവശ്യമുള്ളവർ വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു.